വിവാഹം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് സ്നേഹത്തിലും വിശ്വാസത്തിലും ദൈവകൃപയിലും ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്ന മനോഹരമായ പ്രവർത്തനമാണ് വിവാഹ ജീവിതത്തിൽ ദർശിക്കപ്പെടുന്നത്. ഇത് വിശുദ്ധവും മരണം വരെ നിലനിൽക്കുന്നതുമായ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിയാണ്. ആധുനിക സമൂഹത്തിൽ വിവാഹബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യവും പൗത്രതയും നൽകപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് വിവാഹബന്ധങ്ങളുടെ തകർച്ചയ്ക്കും വിവാഹ മോചനത്തിനുമെല്ലാം കാരണമാകുന്നത്. സ്നേഹം എന്നത് വിവാഹ ജീവിതത്തിലുണ്ടാകേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ്. ക്രിസ്തീയ വിവാഹം പുറമേയുള്ള ആഡംബരങ്ങളുടെയോ സൗന്ദര്യത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നിലനിൽക്കപ്പെടുന്നത്. മറിച്ച് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ദർശിക്കപ്പെടുന്ന പരസ്പര ഉടമ്പടിയിലൂടെയാണ്. വിവാഹ ജീവിതത്തിലെ സ്നേഹത്തെ ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തോട് ഉപമിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം സഹനത്തിൻ്റെയും സ്വയം സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെയാകണം വിവാഹ ജീവിതം ഭദ്രവും നിലനിൽക്കുന്നതുമാകേണ്ടത്. ഇന്നത്തെ ചിന്തകൾ ഉൽപ്പത്തി 29 അധ്യായം, എബ്രായർ 13, മത്തായി 19 എന്നീ അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന സ്നേഹം. പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന സ്നേഹം. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിന് റാഹേലിനുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സഹോദരനായിരുന്ന ഏശാവിനെ പേടിച്ച് ഓടിപ്പോയ യാക്കോബിനെ ഹാരാനിൽ വെച്ചുണ്ടായ ദൈവിക ദർശനത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നു. അവൻ വീണ്ടും യാത്ര ചെയ്ത് കനാൻ ദേശത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമായ കിഴക്കരുടെ ദേശത്ത് ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കിണറിനരികെ എത്തിച്ചേരുന്നു. അവിടെ നാഹോരിൻ്റെ മകനും തൻ്റെ അമ്മയുടെ സഹോദരനുമായ ലാബാനെ അന്വേഷിക്കുന്നു. ലാബാൻ്റെ ഇളയ മകളായ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളുമായി കിണറ്റിനരികിൽ എത്തിച്ചേരുന്നു. യാക്കോബ് ഓടിച്ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അവൾ കൊണ്ടുവന്ന ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വിവരം അറിഞ്ഞ ലാബാൻ ഓടിച്ചെന്ന് യാക്കോബിനെ സ്വീകരിക്കുകയും 1 മാസക്കാലം അവനോടുകൂടെ യാക്കോബ് പാർത്ത് വേല ചെയ്യുകയും ചെയ്തു. തുടർന്ന് ലാബാൻ യാക്കോബ് ചെയ്യുന്ന ജോലിക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് ചോദിക്കുന്നു. ലാബാന്റെ മകളായ റാഹേലിനെ ഭാര്യയായി ലഭിക്കുന്നതിന് വേണ്ടി 7 വർഷം ലാബാന്റെ ഭവനത്തിൽ ജോലി ചെയ്യാൻ യാക്കോബ് സന്നദ്ധരായി. എന്നാൽ 7 വർഷത്തിന് ശേഷം ലാബാൻ തൻ്റെ മൂത്ത മകളായ ലേയയാണ് യാക്കോബിന് ഭാര്യയായി നൽകിയത്. തുടർന്ന് റാഹേലിനെ ഭാര്യയായി ലഭിച്ചതിന് പകരമായി അടുത്ത 7 വർഷം കൂടി ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് ജോലി ചെയ്യുന്നു. റാഹേലിനോടുള്ള സ്നേഹമാണ് നീണ്ട 14 വർഷം ലാബാന്റെ ഭവനത്തിൽ ദാസ്യവേല ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചത്. യാക്കോബിന്റെ സ്നേഹം സമ്പത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. റാഹേലിന് വേണ്ടി നിസ്വാർത്ഥമായ ശമ്പളമില്ലാത്ത ജോലിയാണ് അവൻ ചെയ്തത്. ഇത് സഹനത്തിൻ്റെയും സ്വയ ത്യജനത്തിൻ്റെയും നിർവ്യാജവുമായ സ്നേഹമായിരുന്നു. ഇത്തരം സ്നേഹമാണ് വിവാഹ ജീവിതത്തിൽ ദർശിക്കപ്പെടേണ്ടത്. സേവനം ലഭ്യമാക്കാനല്ല, സേവനം നൽകുന്ന സ്നേഹമാണ് ഇവിടെ നാം കാണുന്നത്. ഇപ്രകാരം വിവാഹ ജീവിതത്തിലെ സ്നേഹം ജീവിത പങ്കാളികളുടെ പ്രവൃത്തികളിൽ പരസ്പരം വെളിപ്പെടണം. രണ്ടാമത്തെ ചിന്ത വിശ്വസ്തതയും സംതൃപ്തിയും വെളിപ്പെടുത്തുന്ന സ്നേഹം. വിശ്വസ്തതയും സംതൃപ്തിയും വെളിപ്പെടുത്തുന്ന സ്നേഹം. എബ്രായർ 13 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിശ്വസ്തതയെക്കുറിച്ചും സംതൃപ്തിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. എബ്രായർ 13 അധ്യായം 4 വാക്യം: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തെ ശ്രേഷ്ഠവും മാന്യവുമായി കാണാൻ ദമ്പതികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകേണ്ട വിശ്വസ്തതയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ദുർനടപ്പും വ്യഭിചാരവും വിവാഹേതര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. വിവാഹത്തിന് പുറത്തുള്ള ഏതൊരു ബന്ധങ്ങളും ദൈവിക ശിക്ഷാവിധിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ സ്വന്തം ജീവിത പങ്കാളികളല്ലാത്ത വ്യക്തികളുമായി മാനസികമായോ വൈകാരികമായോ ശാരീരികമായോ ആയ ബന്ധങ്ങൾ പുലർത്താൻ പാടുള്ളതല്ല. 5 വാക്യം: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഉള്ളതിൽ സംതൃപ്തിപ്പെടുക എന്നതും
ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനമാണ്. ഇത് സ്വന്തം പങ്കാളിയെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിൽ വ്യക്തികളെ അകറ്റി നിർത്തും. ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ മറന്നുകൊണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണതയെയും ഇവിടെ ശാസിക്കുന്നു. ദൈവം കൂടെയുണ്ടെന്നും വഴി നടത്തുവാൻ മതിയായവനാണ് എന്നുമുള്ള ബോധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം വിശ്വസ്തതയിലും സംതൃപ്തിയിലും ഊന്നിയതാകണം. മൂന്നാമത്തെ ചിന്ത, ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ദൈവിക പദ്ധതിയാണ് വിവാഹം. ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ദൈവിക പദ്ധതിയാണ് വിവാഹം. മത്തായി 19 അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാർ യേശുവിനോട് വിവാഹമോചനത്തിൻ്റെ സാധുതയെക്കുറിച്ച് ചോദിക്കുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നായിരുന്നു അവരുടെ ഒന്നാമത്തെ ചോദ്യം. അതിന് മറുപടിയായി യേശു അവരെ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തി 1 അധ്യായം 27 വാക്യത്തിൽ ദൈവം മനുഷ്യനെ ആണുപെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും 2 അധ്യായം 26 വാക്യത്തിൽ അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നുമുള്ള ദൈവവചനങ്ങൾ യേശു ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടല്ല ഒരു ദേഹമാണെന്നും ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നും കർശനമായി യേശു പറയുന്നു. അതായത് വിവാഹമോചനം എന്നത് ഒരിക്കലും ദൈവിക പദ്ധതിയല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനായി വ്യക്തികളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാവിധിക്ക് യോഗ്യമാണ്. വിവാഹം എന്നത് മനുഷ്യർ തമ്മിലുള്ള താൽക്കാലിക കരാറല്ലെന്നും ദൈവം നിയമിച്ച ശാശ്വതമായ ഉടമ്പടിയാണെന്നും നാം ഓർക്കേണ്ടതാണ്. തുടർന്ന് ഉപേക്ഷണപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചതിനെക്കുറിച്ച് പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയകാഠിന്യമാണ് അത്തരമൊരു അനുവാദം നൽകുവാൻ മോശയെ പ്രേരിപ്പിച്ചതെന്നും എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹമോചനം ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണെന്നും യേശു അവരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ പരസംഗം അഥവാ വിവാഹേതര ബന്ധങ്ങൾ വിവാഹ ജീവിതത്തിൻ്റെ ശത്രുവാണെന്നും അത്തരം വ്യക്തികളുമായിട്ടുള്ള വിവാഹബന്ധം പ്രയാസകരമാണെന്നും യേശു സൂചിപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ദൈവിക പദ്ധതിയാണ് വെളിപ്പെടുന്നതെന്നും മനുഷ്യൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കരുതെന്നുമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. വിവാഹം എന്നത് നിസ്വാർത്ഥമായ ദൈവസ്നേഹം പ്രാവർത്തികമാക്കാനുള്ള പാഠശാലയാണ്. അവിടെ ദമ്പതികൾ പരസ്പരം തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്നേഹം പകർന്നു നൽകുന്നു. വിശ്വസ്തയുടെയും സംതൃപ്തിയുടെയും പാഠങ്ങളും ഇവിടെ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അത് മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ഒന്നുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്രകാരം ദൈവം മനുഷ്യന് സമ്മാനമായി നൽകിയ വിവാഹം എന്ന ശ്രേഷ്ഠമായ സമ്മാനത്തെ സ്വീകരിക്കുവാനും അതിനെ പവിത്രമായി കാത്ത് പരിപാലിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.